ശരി, ഈച്ച നിൽക്കട്ടെ. പാറ്റ. ഓ നിലവിലെ ട്രെൻഡിങ്. നിലവിൽ പാറ്റ അത് ആദ്യം കാണത്തില്ല, വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് പോത്തില്ല. ഇതേ പാറ്റ എപ്പോഴും ഡ്രെയിനേജ് ഒരു ഐറ്റം ആണെന്ന് എനിക്ക് ഡ്രെയിനേജ് വഴി അത് കേറുന്നത് ഡ്രെയിനേജ്. ഇതെങ്ങനെ ഇവൻ ഭൂമിക്കടിയിലാണ് ഉണ്ടാവുന്നത്? ഇത് പകല അധികം വിസിബിലിറ്റി ഇല്ലല്ലോ, രാത്രിയിലാണത്. രാത്രിയില്ല, ഇരുട്ടത്ത് ഇവൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ കുന്തളിച്ച് നടക്കും. ഇതേ ഇതിനെ നമുക്ക് കാണാൻ പറ്റുന്നത് ചില സമയത്ത് നമ്മൾ രാത്രി റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഡ്രെയിനേജ് ഉണ്ടാവുമല്ലോ പലപ്പോൾ, അല്ലെങ്കിൽ റോഡ് സൈഡിൽ നമ്മൾ രാത്രി പോകുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് ഇത് രാത്രി ആകുമ്പോഴത്തേക്ക് ഇത് ഇറങ്ങി വരുന്നത് കാണണം. എന്തോരം കൂറ എന്നൊക്കെയാണല്ലോ ഇതിന് പറയുക. അത്രയും ഇത് പകൽ സമയങ്ങളിൽ ഇതിനകത്ത് ഇരിക്കും. നമ്മുടെ പിന്നെ ഈ ടോയ്ലറ്റിലൊക്കെ നേരത്തെ ഡ്രൈനേജ് മോഡൽ ഇപ്പോൾ ഈ കോക്രോച്ച് പ്രൊട്ടക്ടറുകളുണ്ട്, ഇല്ലാത്ത സമയത്താണ് ഇത് നേരത്തെ കയറി വരുന്നത്. ഇത് ലൈറ്റ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ചെറപറ ഓടി തിരിച്ചു പോകുന്നതും കാണാം. രാത്രി ഇഷ്ടം. ഞാനിവനെ കീച്ചാനായിട്ട് പൊതുവെ യൂസ് ചെയ്യുന്ന ഹിറ്റാ. അത് അന്നും ഇന്നും പിപ്പാഫ് ഇല്ലേ, അങ്ങനെയല്ല പിപ്പാഫ് നേരത്തെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഹിറ്റ് പാറ്റാ ഗുളിക, നാഫ്തലിൻ അല്ലേ? അതെ, നാഫ്തലിൻ. ആ സാധനമായിരുന്നു, അതിങ്ങനെ സിങ്കിനകത്തിട്ട് വെച്ചേക്കുമായിരുന്നു. ഇപ്പം പക്ഷേ ഇവന് ബെസ്റ്റ് സാധനം ഹിറ്റാണ്. അവനിത് പറഞ്ഞു, ഇവരൊക്കെ മരിക്കുന്നത് മലർന്നു കിടന്നുകൊണ്ടാണ്. രാജകീയ അന്ത്യമാണ്. സീരിയസ്ലി രാജകീയ അന്ത്യമാണ്. പാറ്റ ഉറങ്ങുന്ന എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതും വിജയേട്ടാ, നിങ്ങളത് പാറ്റയെ കുറിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളത് ഇത് ചെയ്യണം. പാറ്റ ഉറങ്ങുന്നത് മലർന്നു കിടന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചിലപ്പോൾ എഴുന്നേറ്റ് ചെല്ലുമ്പോഴത്തേക്കും ഇവൻ ഇങ്ങനെ നമ്മുടെ ആ ഇതില്ലേ, ആ ബുദ്ധൻ ഇരിക്കുന്ന അവിടെ ഇല്ലേ, അവിടെ ഇങ്ങനെ പിള്ളേർ കിടക്കുന്ന പോലെ കാലൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ കിടക്കുക. എനിക്കിത് കാണുമ്പോഴല്ലോ പെരുവരലേന്ന് തരിച്ചം കയറും. അപ്പം തന്നെ ഞാൻ ഹിറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവൻ്റെ അണ്ണാക്കിലോട്ട് അങ്ങ് അടിച്ചു കൊടുക്കും. അന്നേരം ഇവൻ ഉടനെ എനർജി കിട്ടിയ പോലെ അതിൽ 2 ചാട്ടം ചാടി വീണ്ടും മലർന്ന് കിടക്കും. പക്ഷെ ആ മലർന്ന് കിടപ്പോൾ അവസാനത്തെ കിടപ്പോൾ ചത്തു. പക്ഷെ ഇവനെ തല്ലിക്കൊല്ലാൻ പാടില്ല കേട്ടോ, തല്ലിക്കൊല്ലരുത്. ഇതിനകത്തുനിന്ന് ഒരു ചലം ചാടും, അത് ഭയങ്കര പ്രയാസമാണ്, കാണാൻ പറ്റത്തില്ല, കണ്ടിരിക്കാൻ പറ്റത്തില്ല. കാര്യമായിട്ട് പറഞ്ഞോളൂ, ഇത് ചിരിക്കുന്നോ? അതെ, തല്ലിക്കൊല്ലരുത്. തല്ലിക്കൊല്ല പിന്നെ ആ ഏരിയ മുഴുവൻ വൃത്തികേടാക്കും. പല്ലി എങ്ങനെ കൊല്ല? പല്ലിയെ ഞാൻ തട്ടത്തില്ല, പല്ലി പറ്റത്തില്ല. പല്ലി പാവം ജീവി, പല്ലിയെ നമ്മൾ തുടത്തു പോലില്ല. പല്ലി ഈ ഈച്ചബുക്ക് വെച്ചൊന്ന് വന്ന് കയറുന്ന പാവപ്പെട്ടവൻ. ഇപ്പം ഞാൻ ഈച്ചബുക്ക് വെക്കാറുമില്ല, ഒറ്റ പ്രാവശ്യം. അപ്പോൾ പാറ്റ ചത്തു. പാറ്റയെ കൊല്ലുന്ന ഹിറ്റ് ഹൈലി പോയ്സണസ് ആണ്. പിള്ളേരുള്ള വീട്ടിൽ അവരുടെ കയ്യിലൊന്നും ഇത് കൊടുക്കല്, അവരെടുക്കുന്ന രീതിയിൽ വെക്കല്. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക.